ഞാൻ ചിലരെക്കുറിച്ചൊക്കെ ഓർക്കാറുണ്ട്, ദൈവം എന്തിനാണ് ഈ മനുഷ്യനെ തിരഞ്ഞെടുത്തത്? നല്ല മനസ്സുള്ളതുകൊണ്ട്. എൻ്റെ കൂടെ ഒരു കൂട്ടുകക്ഷി ഉണ്ടായിരുന്നു, സഹപാഠി. ഒരു സഹപ്രവർത്തകനായിട്ട് എൻ്റെ കൂടെ കൂടിയിരിക്കുക. ഞാൻ സെമിനാരിൽ പോകാനായിട്ട് ട്രെയിൻ ഇറങ്ങി മുളന്തുരുത്തി ജംഗ്ഷനിൽ നിൽക്കുമ്പം ഒരു ചെറുപ്പക്കാരൻ ചിരിച്ചുകൊണ്ട് വരുന്നു. 32 പല്ലും കാണാൻ പുള്ളി ചിരിച്ചാൽ മൊത്തം തുറന്ന് ചിരിക്കും. എന്നെ കണ്ട ഉടനെ വട്ടം കെട്ടിപ്പിടിച്ച്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ആളുകൾ വട്ടം കെട്ടിപ്പിടിക്കുന്നൊന്നും ഇഷ്ടമല്ല. പുള്ളിക്കാരനെ ഈ പുറത്തൊക്കെ പോയി പഠിച്ചായതുകൊണ്ട് അങ്ങ് സന്തോഷം അങ്ങോട്ട് കയറി. എന്നിട്ട് പറഞ്ഞു പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മിണ്ടാതെ പതുക്കെ പറ, നമ്മൾ ഈ പ്രൈസ് ദി ലോർഡ് പറയുന്ന ആളാണെന്ന് ആരും അറിയരുത്. ഞാനും കരിസ്മാറ്റിക്, പുള്ളിയും കരിസ്മാറ്റിക്. ഞാൻ പറഞ്ഞു സെമിനാരി പ്രശ്നമാണ്, അതുകൊണ്ട് മുളന്തുരുത്തി പറഞ്ഞിരിക്കട്ടെ, സെമിനാരി ചെല്ലുമ്പം പറയാം. സെമിനാരി ഇൻ്റർവ്യൂ കഴിഞ്ഞ് പ്രിയമുള്ളവരെ ബന്ധുക്കളെല്ലാം തിരിച്ചു പോന്നപ്പോൾ പുള്ളി ഓടി വന്ന് എൻ്റെ ചെവിയിൽ ഒന്നുകൂടെ പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു മിണ്ടരുത്, മറ്റുള്ളവർ കേൾക്കും, മിണ്ടാതിരുന്നാൽ മതി, നമുക്ക് മുറിയൊക്കെ അടച്ചിട്ടിട്ട് പറഞ്ഞാൽ മതി. ഞാനും ധ്യാനം കൂടിയ ആളാണ്, പുള്ളിയും ധ്യാനം കൂടി. അന്ന് ധ്യാനം കൂടി എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ അന്ന് ആളുകളെ പരിഗണിക്കുന്നത് മാനസിക രോഗി, പെന്തിക്കോസിൽ പോകാൻ സാധ്യതയുള്ളവർ എന്നൊക്കെയാണ്. അതുകൊണ്ട് ആരും അറിയാതെ മിണ്ടാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ സംഭവം. മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ഞങ്ങൾ എല്ലാവരും പോയി കഴിയുമ്പോൾ ആരും കാണാതെ രഹസ്യമായിട്ട് കുറ്റിയൊക്കെ ഇട്ടിട്ട് ഹല്ലേലൂയ യേശുവേ സ്തോത്രം യേശുവേ നന്ദി എന്നിടയ്ക്ക് നോക്കും ആരെങ്കിലും ഉണ്ടോ. ആരും ഇല്ലാത്തപ്പോൾ ടെറസിൻ്റെ മേളിൽ ഓടി കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ നന്ദി എന്നിട്ട് ഓടി രക്ഷപ്പെടും. എല്ലാവരും ഉറങ്ങിന്ന് കാണുമ്പോൾ പതുക്കെ നടന്ന് ചെരുപ്പിടാതെ നേരെ പോകും, കള്ളന്മാർ പോകുന്ന പോലെ. എന്നിട്ട് ടെറസിൻ്റെ മേളിൽ പോയി മുട്ടുമേ നിന്ന് സഭാ നവീകരണത്തിന് വേണ്ടി ധ്യാനകേന്ദ്രം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥന. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം പ്രിയമുള്ളവരെ റൂമുകൾ തുറന്നു കിടക്കുന്നു, പല മുറികളിലും കുട്ടികളില്ല. സീനിയർ പിള്ളേരെല്ലാം ഇരിക്കുന്നത്. ഇവന്മാർ എവിടെ പോയതാ? ഇവന്മാരും അങ്ങനെ മതിലിയാടി സിനിമയ്ക്ക് വല്ലതും പോയതാണോ എന്നറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് വരികയാണ്. അന്വേഷിച്ചെൻ്റെ ഇതാ ടെറസിൻ്റെ മേളിൽ കുശു എന്ന് വെച്ചാൽ വട്ടം പിടിച്ച് എല്ലാത്തിനെയും പിടിച്ച് എന്താണ് ഉമ്മാരെന്നാ പ്രാർത്ഥനയാണ്, പാതിരാത്രിക്ക് പ്രാർത്ഥന. ഇന്നലെ വന്ന അച്ഛൻ എന്നോട് പറയുകയായിരുന്നു, സെമിനാരി വാർഡൻ സത്യത്തിൽ നിങ്ങളെക്കുറിച്ച് അന്ന് പറഞ്ഞത് അലഞ്ഞു തിരിഞ്ഞ് നടന്നു നിൽക്കുന്ന പാർട്ടിയാണ്. ഞായറാഴ്ചയാകുമ്പം പമ്മിപ്പോയി ഏതെങ്കിലും പള്ളിയുടെ മൂലയിൽ പോയിരുന്നുകൊണ്ട് ഭയങ്കര പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അന്നത്തെ ലക്ഷ്യം. സന്ധ്യയാകുമ്പം കയറി വരുമ്പം അതിന് തൊട്ട് മുമ്പ് വാർഡൻ പറയുന്നത് രണ്ടെണ്ണം വന്നിട്ടില്ല, അലഞ്ഞു തിരിയാൻ പോയിട്ട് വരുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ദാഹിച്ച് നടന്നൊരു കാലമുണ്ട് പ്രിയമുള്ള. ഒരു ദിവസം കുറച്ച് ആളുകൾ ഇതാ സെമിനാരി കയറി വന്നിട്ട് ഇറങ്ങിപ്പോകും. നമ്മുടെ സഹപാഠിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഞാൻ ചോദിച്ചാൽ അപരിചിതരായ കുറേ പേര് വന്നിട്ട് ഇറങ്ങിപ്പോയത് ആരാ, എന്നാ കേസ് കിട്ടത് എന്താ, അവരുടെ പോക്ക് കണ്ടിട്ട് അത്ര ശരിയല്ലല്ലോ, ഇതാരാ ഇത്? എന്താ പറഞ്ഞു, അത് ഇന്നലെ പത്രത്തിലൊരു പരസ്യം കണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എന്ത് പരസ്യം? അന്നേരം എന്നു പറഞ്ഞു, ഒരു രോഗിയായിരിക്കുന്ന മനുഷ്യന് കിഡ്നി പോയിരിക്കുകയാണ്. പ്രായം ഏതാണ്ട് 10-20 വയസ്സുള്ളൊരു ഒരു കുട്ടിക്ക് കിഡ്നി പോയി. അപ്പം ഞാൻ ചോദിച്ചു അതുകൊണ്ട് അല്ല. അപ്പം ഞാനന്നേരം ഫോൺ ചെയ്ത് അവരോട് പറഞ്ഞു ഇതിലേ ഒന്ന് വരാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, കിഡ്നി കൊടുക്കാനുണ്ടോയെന്ന് ഓർത്ത് പത്രത്തിലെ പരസ്യം കണ്ട് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു സെമിനാരിയിൽ നിന്ന്, കിഡ്നി കൊടുക്കാനുണ്ട്. അങ്ങനെ വന്നവർ വന്ന് കയറിയപ്പോൾ ചോദിച്ചു, അമ്മാച്ച സത്യത്തിൽ ആരുടെ കിഡ്നിയാണ്, നമ്മൾ എത്ര രൂപ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു എൻ്റെ കിഡ്നിയാണ്. അല്ല പുള്ളിയുടെ കിഡ്നി, കാശ് എത്ര രൂപ തരണമെന്ന്. പൈസയൊന്നും വേണ്ട, ഫ്രീ ആണെന്ന് പറഞ്ഞു. അവരിങ്ങനെ നോക്കി ഇറങ്ങി അങ്ങ് നടന്നുപോയി. ആ പോക്കാണ് ഞാൻ കണ്ടത്. ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും പറയുകയാണ്, അല്ല എനിക്ക് 2 ഉണ്ട്, ഒരെണ്ണം കൊടുത്തേക്കാവുന്നു. 2 കിഡ്നിയുണ്ട്, ഒരെണ്ണം ഞാൻ കൊടുത്തേക്കാവും. എന്നിട്ട് പറഞ്ഞു സഹോദരന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്നാണ് പറയുന്നത്. ഞാൻ നോക്കിയിട്ട് എന്നെക്കൊണ്ട് ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല, പലരുമായിട്ട് ഞാൻ ബന്ധം മുറിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ സ്നേഹിക്കാൻ പറ്റി ഈ വചനം ഒന്ന് പാലിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഒരു കിഡ്നി മുറിച്ച് കൊടുക്കുക. അന്ന് ഈ കിഡ്നി കൊടുക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമില്ല. കാരണം എന്താണ്, ഈ മുറിച്ചെടുത്ത് കഴിഞ്ഞ് വല്ല ഇൻഫെക്ഷനൊക്കെ ഉണ്ടായി വല്ല മരിച്ചു പോയെങ്കിലോ എന്നോർത്ത് ഞാൻ അന്ന് എൻ്റെ വിവരക്കേടിന് പറഞ്ഞു, നമ്മൾ കിഡ്നി ഒന്നും കൊടുക്കണ്ട, കർത്താവ് വിചാരിച്ചാൽ കിഡ്നി സുഖപ്പെടുത്തിക്കോളും, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവർ പോയതല്ലേ.
പ്രിയമുള്ളവരെ, അങ്ങനെ സമർപ്പിച്ച മനുഷ്യനാണ് ഇന്ന് ഈ സഭയിലെ പരിശുദ്ധ പാത്രിക്കീസ് ബാവായുടെ തൊട്ടടുത്ത് പോയിരുന്ന് പരിശുദ്ധ പാത്രിക്കീസ് ബാവയെ ശുശ്രൂഷിക്കുന്ന പരിശുദ്ധ പാത്രിക്കീസ് സെക്രട്ടറി. ദൈവം എന്തോരം വളർത്തിയെന്നറിയോ? നല്ല മനസ്സ്. പ്രിയമുള്ളവരെ, പത്രോസിനെ ദൈവം തിരഞ്ഞെടുത്തെന്തോന്നറിയോ? കഴിവുള്ളതുകൊണ്ടൊന്നുമല്ല, നല്ല മനസ്സുകൊണ്ട്. ഞാൻ തന്നെ തമ്പുരാനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, ഒരുമാതിരി നല്ല സ്വഭാവമൊക്കെ ഉള്ള എന്തോരം ചെറുപ്പക്കാരുണ്ട്, ഞാനിവിടെ വല്ല അസിസ്റ്റൻ്റായിട്ടിരിക്കുക, അങ്ങനത്തെ വല്ലവരും ഉയർത്തിയിരുന്നെങ്കിൽ ഈ സ്ഥാപനം എത്ര സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകായിരുന്നു. അതിനൊന്നും കർത്താവ് ഉത്തരം പറഞ്ഞിട്ടില്ല. നമ്മളൊന്നും കൊള്ളാവുന്നവരായതുകൊണ്ടല്ല പ്രിയമുള്ളവർ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്, വേറെ ഒരിടത്തും കൊള്ളിക്കാൻ പറ്റുകയില്ലാത്തതുകൊണ്ട്. വേറെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ എന്നെ കൊണ്ട് നിർത്തിയാൽ ഉറപ്പായിട്ടും എന്തു ചെയ്യും? നമ്മൾ ആ പരിപാടി ഇട്ടിട്ട് പോരും. ഇതിപ്പോൾ കെട്ടപ്പെട്ടവരായതുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുകയല്ലേ. കർത്താവ് കെട്ടിയവൻ, ഇനി ഒരിക്കലും അഴിയാൻ പറ്റുകയില്ല, കർത്താവ് അഴിച്ചു വിടാതെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പത്രോസിനെ ദൈവം തിരഞ്ഞെടുത്ത്. മറ്റ് അപ്പോസ്തലന്മാരെ ഓരോരുത്തരെ അവർ ജോലി ചെയ്തിരുന്ന സ്ഥലത്തു നിന്നാണ് പിടിച്ചു വലിച്ചത്, കൊണ്ടുപോയത്. അവസാനം യൂദാസിനെ തിരഞ്ഞെടുത്തു. ഒരു ദിവസം ലാസറിൻ്റെ വീട്ടിൽ, ലാസർ ഉയർത്തെഴുന്നേറ്റ ശേഷം യേശുക്രിസ്തു വീണ്ടും വരിക. ഭയങ്കര ആഘോഷം. നമ്മുടെ കർത്താവ് വരുന്നുണ്ട്. എടാ ലാസറേ, നിന്നെ ചീഞ്ഞെളിഞ്ഞെടുത്തുനിന്ന് പൊക്കിയ പാർട്ടിയാണ് വരുന്നത്, പെങ്ങന്മാർ പറഞ്ഞു. നമ്മുടെ കർത്താവ് അങ്ങനെ വന്നപ്പോഴാണ് മറിയ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, എന്തായാലും നമ്മളോട്, നമ്മുടെ കുടുംബത്തോട് ഇതുപോലെ ചെയ്തൊരു കർത്താവ് ആങ്ങളെയല്ലേ തിരിച്ചു നൽകിയത്. അന്ന് മറിയ ഇങ്ങനെ പറഞ്ഞപ്പോൾ മാർത്ത പറഞ്ഞതാ, അന്ത്യനാളിൽ ഉയർത്തെഴുന്നേക്കുമെന്ന് എനിക്കറിയാം. ആ അന്ത്യനാൾ ഇന്നാക്കി തന്നു ഞങ്ങൾക്ക് വേണ്ടി. മറക്കാൻ പറ്റുമോ ഈ വീടിന്? അതുകൊണ്ട് മറിയ ഇതൊക്കെ ഓർത്ത് മനസ്സിൽ സംഗ്രഹിച്ചു വെച്ചവൾ. മാർത്തയാണെങ്കിൽ വളവളാന്ന് പറയത്തേ ഉള്ളൂ, പക്ഷേ മറിയം മനസ്സിലാണ് സ്നേഹിക്കുന്നത്. അവളുടെ കയ്യിൽ നാർദീൻ തൈലം ഉണ്ടായിരുന്നു, വില കൂടിയ തൈലം, വില കൂടിയ വലിയ അത്തർ. അതിങ്ങനെ തുറന്നാൽ ഇങ്ങനെ മണം കൊണ്ടുവരും ഭയങ്കരമായിട്ട്. അങ്ങനത്തെ സാധനമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ തുറന്നു കഴിഞ്ഞാൽ 5 കിലോമീറ്റർ അപ്പുറത്ത് വരെ മണം പോകും. അത്ര സാധനമുണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ വലിയ വലിയ പാർട്ടികൾ ഉപയോഗിക്കുന്നു. അവിടുത്തെ വലിയ എന്താ പറയുന്നത്, സുൽത്താന്മാരൊക്കെ ഉപയോഗിക്കുന്ന സാധനമുണ്ട്. അതുപോലത്തെ സാധനമാണ് മറിയത്തിന് ആരോ കൊടുത്തത്. അതൊരു കുപ്പി ഇരിപ്പുണ്ട്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു ഇങ്ങോട്ട് വരികയും ഇതിൻ്റെ വിലയൊന്നും നോക്കിയില്ല, തലയുടെ മുകളിലോട്ട് കമത്തി. ഉടനെ യൂദാസ് പറഞ്ഞു, ഇത് വെച്ചേക്കുമായിരുന്നെങ്കിൽ ഒന്നുകിൽ ഇച്ചിരി കർത്താവിന് എല്ലാ ദിവസവും രാവിലെ ഒരു ശകലം ഇവിടെ തൂത്ത് അങ്ങ് പോകാമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇത് ഉപയോഗിക്കാമായിരുന്നു. എങ്കിൽ ഈ മണം ജീവിതകാലം മുഴുവൻ നിൽക്കുകയല്ലേ. ഇതിവിടെ കവഴുക്ക അല്ലേ. ഇത് മാത്രമല്ല, അതിനകത്തൊരു കുറച്ചെടുത്ത് വെച്ചിട്ട് ബാക്കി മറച്ചു വയ്ക്കുകയായിരുന്നെങ്കിൽ, അങ്ങനെ ചിന്തിക്കുന്നതായിട്ടില്ല. പാച്ചോറ് നേർച്ച കുറച്ച് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് ബാക്കി മുഴുവൻ കലത്തിനകത്ത് വിറ്റ കാശായില്ലേ, ടിക്കറ്റ് കൊടുത്ത്. ഇതൊക്കെ ഈ യൂദാസിൻ്റെ അപ്പോസ്തലിക പ്രവർത്തനമാണ്. എങ്ങനെ കാര്യം നടന്നാലും വേണ്ടില്ല, പെട്ടിക്കകത്ത് കാശ് നിറയണം. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് കാലം, ലോകം എല്ലായിടത്തും അങ്ങനെയാണ്, കൊമേഴ്സ്യലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവം തന്നത് യേശു, അതിനെ എങ്ങനെയെങ്കിലും ഉപയോഗിച്ച് എനിക്ക് എൻ്റെ പണസഞ്ചിക്കകത്ത് കാശുണ്ടാക്കണം. എന്നിട്ട് അതിൻ്റെ പിന്നാലെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? പാവങ്ങൾ എന്നിട്ട് പറയണം, വിറ്റിട്ട് പാവങ്ങൾ കൊടുക്കാമായിരുന്നു. അവന് പാവങ്ങളോട് കരുതലുണ്ട്. യോഹന്നാൻ 12 അധ്യായം. അവന് പാവങ്ങളോട് കരുണയുണ്ടായിരുന്നത് കൊണ്ടല്ല, അവനൊരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അവനതിൽ എടുത്തതുകൊണ്ടുമാണ്. അപ്പോൾ പ്രിയമുള്ളവർ, യൂദാസ് ഇങ്ങനെ ചില്ലറയെല്ലാം ഇതിനകത്താക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ശകലം എടുത്ത് പോക്കറ്റിലിടും. എന്നിട്ട് ഭാര്യയുടെ അടുത്ത് കൊണ്ട് കൊടുക്കണം, എടി കണ്ടമാനം പൈസ യേശുക്രിസ്തുവിൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്, വല്ല അത്യാവശ്യം വരികയാണ് ഉപയോഗിക്കാൻ വേണ്ടി കുറച്ച് വിടിരുന്നോട്ടെ എന്ന് പറഞ്ഞ് യൂദാസ് ഭാര്യയ്ക്ക് കൊണ്ട് കുറേ പൈസ കൊടുക്കും. അങ്ങനെ യൂദാസ് യേശുവിനെ ഇതാ ഉപയോഗിച്ച് ഭൗതികമായി വളർന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ യൂദാസ് ഈ പ്രവർത്തനം ഒരു പ്രാവശ്യമൊന്നും ആയിരിക്കില്ല, എന്ന് മിക്കവാറും ചെയ്തുകൊണ്ടായിരുന്നത്. ഒന്നും പ്രശ്നമാകുകയില്ല, ആദ്യമൊന്നും കുഴപ്പമുണ്ടാകുകയില്ല. ഒരു നാൾ നമ്മൾ പ്രശ്നത്തിലാകും. ഒത്തിരി ചെയ്ത് ഒരു നാൾ പ്രശ്നത്തിലാകും. പലരും പലതും ചെയ്തു, ഒരു നാൾ പ്രോബ്ലത്തിലാകും. പ്രിയമുള്ളവരെ, ഇടയ്ക്കിടയ്ക്ക് യൂദാസിനെ കാണാൻ ആളുകൾ വരും, അപ്പോസ്തലന്മാരെ കാണാൻ വരും.
ഒരപ്പോസ്തലനെ കണ്ടു കഴിയുമ്പോൾ മറ്റേ അപ്പോസ്തലനോട് ഒന്ന് ചോദിച്ചേക്ക്, കർത്താവിനെ കാണാനാ, നിങ്ങളുടെ ഗുരുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? എന്താ വിഷയം? ഭയങ്കര തലവേദന, 5 ദിവസമായി തുടങ്ങിയിട്ട്, ഉറങ്ങിയിട്ടേ ഇല്ല കൊച്ച്. അത്രയേ ഉള്ളൂ വിഷയം. ഗുരു ഒന്ന് തൊട്ടാ പ്രശ്നം തീരാവുന്നേ ഉള്ളെന്ന്. അവർക്ക് സന്തോഷമായി. ഞങ്ങൾ അങ്ങ് ഈജിപ്തിലൊരു ചികിത്സയുണ്ടെന്ന് പറഞ്ഞ് പോകാനിരിക്കുകയായിരുന്നു. ഉടനെ യൂദാസ് പറഞ്ഞു, ഇങ്ങനെയാണൊരു 30 വെള്ളിക്കാശ് കിടക്കുക. 30 വെള്ളിക്കാശ് യൂദാസിൻ്റെ കയ്യിലോട്ട് അവർ കൊടുത്തു. 30 വെള്ളിക്കാശ്, 100-200 വെള്ളിക്കാശ് കൊടുത്ത് പോകേണ്ടതാണ്. ഈജിപ്തിൽ പോയി ഈ ചികിത്സ ചെയ്യേണ്ടത്. 30 വെള്ളിക്കാശിന് തലവേദന മാറി കിട്ടി. ലാഭമാണോ? എത്ര രൂപ ലാഭം കിട്ടി? 200 വെള്ളിക്കാശിന് ഈജിപ്തിൽ പോയി ട്രീറ്റ് ചെയ്യേണ്ടിയ രോഗം എത്ര രൂപയ്ക്ക് കിട്ടി? 30. അപ്പോൾ എത്ര രൂപ ലാഭം കിട്ടി? 170 വെള്ളിക്കാശ് ലാഭം. അവർ പറഞ്ഞു, എന്നാലും ഭയങ്കര ലാഭമായിപ്പോയി. അവരോട് പറഞ്ഞു, ഗുരുവിൻ്റെ അടുക്ക് ചെന്ന് ചെവി ചെന്ന് പറഞ്ഞു, ഇങ്ങനെ തലവേദനയാകട്ടെ, ഭയങ്കര തലവേദന, 5 ദിവസമായിട്ട് ആ കൊച്ച് ഉറങ്ങിയിട്ടില്ല. ഉടനെ കർത്താവ് രോഗശാന്തി ഒന്ന് നിർത്തിവെച്ചിട്ട് പ്രാർത്ഥിക്കാനിരിക്കുകയായിരുന്നു. 5 ദിവസമായിട്ടൊരു കൊച്ചു ഉറങ്ങിയിട്ടില്ലെന്ന് കണ്ട ഉടനെ കർത്താവ് ചാടി എഴുന്നേറ്റ് കൊച്ചിനെ വിളിച്ചു, തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച ഉടനെ കൊച്ചിൻ്റെ അസുഖം മാറി. ഉടനെ യൂദാസ് ചോദിച്ചു, എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഗുരു? കൊള്ളാം കേട്ടോ, നല്ല ഗുരുവാണ്. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, കുറേ ആളുകൾ കാണാൻ വേണ്ടി വന്നു. അവർ ചോദിച്ചു, നമ്മുടെ ആ ഗുരുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? എന്നാ നിങ്ങളുടെ ഉദ്ദേശം? അല്ല, ഒന്നുമില്ല, ഉദ്ദേശമൊന്നുമില്ല, ഇങ്ങനെ കേട്ടു ആളുകളെ സുഖപ്പെടുത്തുന്നു, 10,000-കണക്കിന് ആളുകൾ പുറകെ നടക്കുന്നു, മരിച്ച ആൾ എഴുന്നേറ്റ് വന്നു, ഈ പുള്ളി ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്നെ എത്രയാ? 30 വെള്ളിക്കാശ്. അവർ അന്നേരം എടുത്തു കൊടുത്തു, ഒരു മടിയും കൂടാതെ എടുത്തു കൊടുത്തു. ചിലരൊക്കെ പേശുന്നതാണ്, നമുക്ക് 25-ന് പറ്റുമോ? സാത്താൻ അവൻ്റെ മേൽ പ്രവേശിച്ചു, യേശുവിനെ കൊല്ലാൻ അവൻ തീരുമാനിച്ചു. കണ്ടോ? അപ്പോൾ യൂദാസ് ഗുരുവിനെ കാണാൻ വേണ്ടി പറഞ്ഞത് ദണ്ട് നിൽക്കുന്നു. അവിടെ ചോദിച്ചാൽ, അതിനകത്ത് ആ പ്രായം ചെന്ന പുള്ളിയാണോ? അല്ല, അത് പത്രോസാണ്, വലിയ വെളിവില്ലാത്ത പാർട്ടിയാണ്. പിന്നെ ആ കൊച്ചു പയ്യനാണ്, അത് യോഹന്നാനാണ്, അവന് വലിയ വെളിച്ചമൊന്നുമുള്ളവനാണ്, ചെറിയ പയ്യനാണ്. പിന്നെ ആരാ ഇത്? ഞാൻ കാണിച്ചു തരാം. ഞാൻ പോയി ഇപ്പോൾ ഗുരുവിനെ ചുംബിക്കും, അപ്പം നിങ്ങൾ കണ്ടോണം. അങ്ങനെ ഓടിച്ചെന്ന് യൂദാസ് ഗുരുവിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. 30 വെള്ളിക്കാശിന് വേണ്ടി. ചുംബിക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ വെള്ളിക്കാശിന് വേണ്ടി ആകരുത്. സ്നേഹിക്കുന്നത് നല്ലതാണ്, പക്ഷേ അതിൻ്റെ പിന്നിൽ മറ്റൊരു ദുരുദ്ദേശം ഉണ്ടാവരുത്. നന്മ ചെയ്യുന്നത് നല്ലതാണ്, അതിൻ്റെ പിന്നിൽ വേറെ ഉദ്ദേശം ഉണ്ടാകരുത്. പ്രിയമുള്ളവരെ, യൂദാസ് ആഞ്ഞ് ചുംബിച്ചപ്പോൾ കാട്ടിൽ നിന്ന് മനുഷ്യർ ചാടിയിറങ്ങി. അവർ യേശുവിൻ്റെ നേരെ ഓടിയെടുത്തു. അവർ യേശുവിനെ ബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോയി. യൂദാസിൻ്റെ 30 വെള്ളിക്കാശ് അവൻ്റെ ഉള്ളിൽ ജീവിച്ചു. ആ 30 വെള്ളിക്കാശും അവനും തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ അവൻ്റെ ജീവിതത്തിൻ്റെ സമാധാനം, സന്തോഷം നഷ്ടപ്പെട്ടു. കുറ്റബോധം അവനെ വേട്ടയാടി. നാളെ ഇവരെല്ലാം എന്നെ കൊല്ലുമോ എന്നുള്ള ചിന്ത എല്ലാം കൂടെ ചേർന്ന് അവസാനം യൂദാസിനെ ഒരു കയറെ കയറ്റി തൂക്കി അവിടെ ഇട്ടു. ചുരുക്കി പറഞ്ഞാൽ ആത്മഹത്യക്ക് തുല്യമാണ് ഇന്ന് ക്രൈസ്തവർ ചെയ്യുന്ന ഈ ജീവിതം. പാപത്തോട് നിരന്തര ബന്ധം പുലർത്തി നാം നടത്തുന്ന ജീവിതം ക്രിസ്തുവിനെ കൊല്ലുന്നതിന് തുല്യം, അഥവാ ആത്മഹത്യക്ക് തുല്യം. ക്രിസ്തുവിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ നാം ചാകുന്നതിന് തുല്യം. കാരണം ദൈവമില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യൂദാസ് എന്ന മനുഷ്യൻ ഇതാ ക്രിസ്തുവിനെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചു. ഈ യൂദാസിൻ്റെ ആത്മാവ് തന്നെ അല്ലേ യേശു ആദ്യമായിട്ട് ഇറങ്ങിയപ്പോൾ യേശുവിൻ്റെ അടുക്ക വന്നത്? എടാ, നിൻ്റെ അപ്പൻ നിനക്ക് എന്തോരം കഴിവ് നൽകിയിരിക്കുന്നു, ആ കഴിവ് ഉപയോഗിച്ച് നീ നിനക്ക് വേണ്ടി അപ്പം ഉണ്ടാക്കി നീ തിന്ന്. ഈ ആത്മാവ് തന്നെയാണ് യേശുവിൻ്റെ അടുക്ക വന്നത്. യേശു ഈ ആത്മാവിനോട് പ്രതികരിച്ചിരുന്നെങ്കിൽ, യേശു ഒരു കല്ലെടുത്ത് അപ്പമാക്കിയിരുന്നെങ്കിൽ, അന്ന് മുതൽ നമ്മളെ എന്ത് ചെയ്തേനെ കർത്താവ്? നമ്മൾ കർത്താവിനെ വിറ്റതിനേക്കാൾ സൂപ്പറായിട്ട് കർത്താവ് നമ്മളെ വിറ്റേനെ. മനസ്സിലായോ? നമ്മളെ ഉപയോഗിച്ചേനെ അവൻ. നമ്മളെ ഒരു അടിമയെപ്പോലെ അവൻ ഉപയോഗിക്കാഞ്ഞതുകൊണ്ട് നമ്മൾ അവനെ ഉപയോഗിക്കണമെന്നുണ്ടോ? വേണ്ട. ആ സ്നേഹത്തെ നമ്മൾ വില കുറച്ച് കാണരുത്. ഇതേ പിശാചിനെ തന്നെ നമുക്ക് കാണാൻ പ്രിയപ്പെട്ട ഉൽപ്പത്തിയിലെ ആദാമിനോട് ഹവ്വായോടും പിശാച് പറഞ്ഞു,
നീ നിനക്കുള്ള കഴിവുകളും ശക്തി ഉപയോഗിച്ച് നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക. അപ്പോൾ ഏദൻ തോട്ടത്തിലുണ്ടായിരുന്ന പിശാച് യേശുവിൻ്റെ പുറകെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിശാച് അപ്പോസ്തലന്മാരുടെ പുറകെ ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരുടെ പുറകെ ഉണ്ടായിരുന്ന പിശാച് യൂദാസിൻ്റെ പുറകെ ഉണ്ടായിരുന്നു. യൂദാസിൻ്റെ ദേഹത്ത് കയറി. യൂദാസിൻ്റെ ദേഹത്ത് കയറിയെങ്കിൽ നമ്മളും സൂക്ഷിച്ചിരുന്നോണം, നമ്മുടെ ദേഹത്തും കയറും. കയറാതിരിക്കണമെങ്കിൽ ചില വേലിക്കല്ലുകളൊക്കെ വെക്കണം. ക്രിസ്തു ജീവിക്കാൻ എൻ്റെ കൈകളെ ബന്ധിതനാക്കി തരണം. ഇല്ലെങ്കിൽ യൂദാസ് കയറും. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കിയേ, യൂദാസ് എവിടെയൊക്കെ ഉണ്ട്? യൂദാസ് എവിടെയൊക്കെ ഉണ്ടെന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ പള്ളിയിൽ വന്ന് ഒരു മെഴുകുതിരിയും കത്തിച്ച് യേശുവിനെ നോക്കി പ്രാർത്ഥിക്കുക, എൻ്റെ കൊച്ചിൻ്റെ IELTS പരീക്ഷ പാസ്സാക്കി തരണം. ആ കൊച്ചിനെ കർത്താവിൻ്റെ ഇഷ്ടം പോലെ എന്നാ ചെയ്തു എന്ന് മാമോദീസ മുങ്ങിയ കൊച്ച. ആ കൊച്ചിനെ കർത്താവ് ആഗ്രഹിക്കുന്ന എന്താണ്? യേശുവിന് വേണ്ടി അവൻ്റെ കഴിവും ശക്തിയും മുഴുവനും സമൂഹത്തിന് വേണ്ടി അവൻ്റെ പുണ്യങ്ങൾ ഉപയോഗിക്കണമെന്നാണ്. നമ്മൾ പറയുകയാണ്, ഞാനവനെ കാനഡയ്ക്ക് വിടാൻ പോവുക, അവനവിടെ പോയി ജീവിച്ച് രക്ഷപ്പെടട്ടെ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അവൻ്റെ ഉള്ളിൽ കൊല്ലാൻ ശ്രമിച്ചു. ക്രിസ്തു ചത്തുപോയിട്ടിനി അവൻ്റെ സ്വഭാവത്തിന് മോശമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ടീച്ചർ? കുഴഞ്ഞോ? നമ്മുടെയൊക്കെ പിള്ളേരുടെ അകത്ത് ആര് ചത്തുപോയി? ക്രിസ്തു കെട്ടപ്പെട്ടിരിക്കുക. ഇനി അവൻ്റെ ജീവിതത്തിൽ സമാധാനമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സന്തോഷമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അടുത്ത കാലത്ത് ദൈവത്തിൻ്റെ വചനം കേട്ട് ഒരു പെങ്കൊച്ച് എന്ന് അപ്പരോട് പറഞ്ഞു, പപ്പ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാ? അവൾ 8ാം ക്ലാസ്സിൽ പഠിക്കുക. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെണ്ണ 8ആണോ 9ആണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പപ്പായോട് പലതും പറയാറുണ്ട്, എനിക്കത് വേണം, എനിക്ക് ഗൗണ് വേണം, അതുകൊണ്ട് അപ്പുറത്തെ കൊച്ച് ഗൗണ് മേടിച്ചിട്ട് എനിക്കൊരു ഗൗണ് മേടിച്ചു തരാൻ മേലെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പലതും പറയുന്നുണ്ട്. അന്നേരം പറയാം, വേറെ വല്ല പണിയുണ്ട്, ഇടിച്ച് ഞാൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ ഒതുക്കുന്നത്. അന്നേരം പറയും, ഒരു 5000 രൂപയും കിടത്തി എനിക്ക് ആ ബ്യൂട്ടി പാർലറിലൊന്ന് പോകണം. എന്തുവാണ് എൻ്റെ പിരിയം കണ്ടില്ല ഇങ്ങനെ ഇരിക്കുന്നത്, അത് വളച്ചെടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. അപ്പുറത്തെ മറിയാമ്മയുടെ മോള് ഇതാ പിരിയം മൊത്തം പറിച്ചേച്ച് വേറെ സ്റ്റൈലാക്കി ഇങ്ങനെ വന്ന് ഇങ്ങനെ. എൻ്റേത് കണ്ടില്ലേ എന്നാ വൃത്തികേട്, പശുവിൻ്റെ പിരിയം പോലെ ഇരിക്കുന്നു. അതുപോലെ സത്യത്തിൽ എൻ്റെ കളർ എന്നാ കളറാണ്, നിങ്ങളുടെയൊക്കെ കളർ പോലെ തന്നെ ഒരുമാതിരി ചാണകത്തിൻ്റെ കളറ്. അപ്പുറത്തെ ശോശാമ്മയുടെ മകള് കരിക്കട്ട പോലെ ഇരുന്നതാണ്, ഇപ്പോൾ തണ്ട് വെളുവിളാന്ന് വന്നിരിക്കുന്നു. എങ്ങനെയാണ്? 5-6 ദിവസം അടുപ്പിച്ചടുപ്പിച്ച് പോയതേ ഉള്ളൂ. എത്ര രൂപ എടി? 10,000. ഒരു സിറ്റിങ്ങിന് 1500 2000 ആയിരിക്കും. ആണോ ഡോക്ടറെ? എനിക്കറിഞ്ഞുകൂടാ. എനിക്കറിഞ്ഞുകൂടാ, എനിക്കും അറിയാൻ മേല. അപ്പോൾ പിന്നെ സിറ്റിങ്ങിന് എത്രയാണെന്ന് അറിയത്തില്ല, എന്നാലും 1000-2000 ആകുമായിരിക്കും. 25,000 രൂപ വരെയൊക്കെ ആകും. എന്താണ്? കല്യാണത്തിനൊരു പെണ്ണ്, പ്രിയമുള്ളവർ, ഉണ്ടായിരുന്ന സ്വാഭാവിക ഷേപ്പ് മാറി നമ്മുടെ ഈ പരുവത്തിനാകാനായിട്ട്, ഏതാണ് ബൊമ്മ പോലെ ആകാൻ 25,000-30,000 രൂപ വേണം. അപ്പോൾ ഈ പെണ്ണ് 10,000 രൂപ ചോദിച്ചു. വേണ്ട, അപ്പുറത്തെ ഷാൻറ്റി കറുത്തിരുന്നതാണ്, ഇപ്പോൾ കണ്ടില്ലേ നല്ല തിളകിക്കൊണ്ടിരിക്കുക അവളുടെ മുഖം. അതുകൊണ്ട് അച്ചാനി ചില പൈസ എടുത്ത് ഒറ്റ വീക്ക് തന്നു കഴിയുമ്പോഴത്തേനും ചുമന്ന് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന പെണ്ണ തിരുവചനം കേട്ട് ധ്യാനമെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ അവൾ എന്ന് വെച്ചാൽ പറഞ്ഞു, അവൾക്ക് മരിയാകുരേത്തിയുടെ കഥ കേട്ടു, അൽഫോൻസാമ്മയുടെ കഥ കേട്ടു, പിന്നെ മദർ തെരേസ. ഇത് പല ദിവസങ്ങളിൽ ഞാനിവിടെ പ്രസംഗിക്കുന്ന ഇങ്ങനെയൊന്നും വരുമെന്ന് ഞാനും വിചാരിച്ചില്ല പ്രിയമുള്ളവർ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഈ മദർ തെരേസയുടെ കാര്യം എല്ലാം പറയൂ പിള്ളേരോട്. അവൾ എന്ന് വെച്ച് പറഞ്ഞു, പപ്പ ഞാൻ ഒരു കന്യാസ്ത്രീ ആയാക്കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ തൂത്തുട്ടി മേളിലൊരു മഠമുണ്ട്, പുള്ളി പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്തേച്ച് 5,000 കൊടുക്കാൻ ഉദ്ദേശിച്ച് 4,500 എടി നാളെ 500 തന്നോളാം, നീ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ കൂടാ ബ്യൂട്ടി പാർലറിൽ പൊക്കോളാം, നീ ഇപ്പം തന്നെ പൊക്കോളാൻ പറഞ്ഞു. അപ്പം പ്രിയമുള്ളവരെ, ഞാനന്നേരം ഓർത്തു, ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ ആഞ്ഞ് ചുംബിക്കുക. ആരെ പോലെ? യൂദാസിനെ പോലെ. അവർക്ക് ക്രിസ്തുവിനെ വേണ്ട, ക്രിസ്തുവിനെ ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതല്ല ക്രിസ്തു, പിതാവായ ദൈവം സ്വീകരിക്കാൻ സജ്ജമായവന് വേണ്ടി കൊടുത്തതാണ് ക്രിസ്തു. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ക്രിസ്തുവിന് പ്രവർത്തിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ നീ തയ്യാറാണോ? നിൻ്റെ കൂടെ ഉണ്ടാവും ക്രിസ്തു, നിൻ്റെ കൂടെ ഉണ്ടാവും.
ക്രിസ്തു നിൻ്റെ കൂടെ. അത് ഉറപ്പ് വരുത്തണം. ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിനെ ഉപയോഗിച്ചാൽ പോരാ, ഉറപ്പ് വരുത്തണം എൻ്റെ കൂടെ ഉണ്ടെന്ന്, എൻ്റെ കൂടെ ജീവിക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തണം. മർക്കോസ് 16:15-18 വചനം. നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പറ. എന്നെ വിശ്വസിച്ച് സ്വീകരിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങളുണ്ടായിരിക്കും. അവരെൻ്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തും, അവർ പിശാചുക്കളെ ബഹിഷ്കരിക്കും, അവർ പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. പ്രിയമുള്ളവരെ, ജീവനോടെ അവനിവിടെയുണ്ട്, ജീവനോടെ അവനിവിടെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ശുശ്രൂഷക്കാരോട് പറയുന്നത്, നിങ്ങൾ മരിക്കേണ്ടി വരും. ഏദൻ തോട്ടത്തിൽ പോലും ഉണ്ടായിരുന്നു ഇവൻ. അങ്ങനെയെങ്കിൽ ഒറ്റിക്കൊടുക്കപ്പെടലും ചതിയും വഞ്ചനയും ഒക്കെ അന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ പുറകെ ഉണ്ടാകും. ചില ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, യൂദാസ് എന്ന് പറയുന്ന മനുഷ്യനില്ലായിരുന്നെങ്കിൽ പീഡാസകനും കുരിശുമരണവും സഭയുണ്ടാകുമായിരുന്നു. അതുകൊണ്ട് യൂദാസ് എന്ന് പറയുന്ന ആളൊരു അനിവാര്യ ഘടകമല്ലായിരുന്നു, ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമല്ലായിരുന്നോ? അതുകൊണ്ട് നമുക്ക് യൂദാസിനെ കുറ്റം പറയാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, നിർബന്ധമില്ല ഒരാൾ ആരാകണമെന്ന് യൂദാസാകണം. അവസരമുണ്ട്, ഇന്നും അവസരമുണ്ട്. ചരിത്രത്തിൽ നീതിമാനെ കൊല്ലാൻ ഇന്നും നിനക്ക് അവസരമുണ്ട്. വേണോ വേണ്ടോ നീ തീരുമാനിക്കുക. വെറും 5 പൈസ വിലയുള്ള ഒരു ഗുളിക 100 രൂപ വിലയ്ക്ക് കൊടുക്കാൻ നിനക്കിപ്പോഴും അവസരമുണ്ട്. ഒറ്റിക്കൊടുക്കാം ക്രിസ്തുവിനെ. ഒരു നീതിമാനെ കബളിപ്പിക്കാം. ഓപ്പറേഷൻ ആവശ്യമില്ലാത്ത രോഗിയെ ആവശ്യമില്ലാതെ ഓപ്പറേഷൻ ചെയ്യുന്നു, ഇപ്പോഴും ചെയ്യാം. യൂദാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ രൂപം കൊള്ളുന്നുണ്ട്. ഇപ്പോൾ യൂദാസിനെ പരിചയപ്പെട്ടോ? നിങ്ങൾ പരിചയപ്പെട്ടോ? മനസ്സിലാവും. ക്രിസ്തുവിനെ ഇതാ ഒറ്റിക്കൊടുക്കുന്നവൻ, ക്രിസ്തുവിനെ ഉപയോഗിക്കുന്നവൻ, ക്രിസ്തുവിനെ ജീവിക്കാൻ അനുവദിക്കാത്തവൻ, ക്രിസ്തുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നവൻ, അവനാണ് യൂദാസ്. അതുകൊണ്ട് ഈ സഭ ദൈവത്തിൻ്റെ സഭയാണ്, ദൈവം രക്തം കൊണ്ട് വീണ്ടെടുത്ത സഭ. ഇവിടെ നമ്മൾ ജീവിക്കാൻ ക്രിസ്തുവിനെ അനുവദിക്കുന്നില്ലെങ്കിൽ ലോകത്തിൽ ആര് ക്രിസ്തുവിനെ ജീവിക്കാൻ അനുവദിക്കും? അങ്ങനെയെങ്കിൽ നമ്മൾ പാടണം, നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്നെ പലരും വഞ്ചിച്ചിട്ടുണ്ട്, പലരും ചതിച്ചിട്ടുണ്ട്, പലരും ഒറ്റിക്കൊടുത്തിട്ടുണ്ട്. മാമോദീസ മുങ്ങിയപ്പോൾ ക്രിസ്ത്യാനി ആയിക്കോളാമെന്ന് പറഞ്ഞ് നമ്മളെ കർത്താവിനെ പലരും ചീറ്റ് ചെയ്തു. കർത്താവ് നമ്മളെ ക്രിസ്ത്യാനിയാണെന്ന് ബുക്കിൽ എഴുതി. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാണ്? നമ്മൾ ക്രിസ്തുവിന് വിരുദ്ധമായി ജീവിക്കുന്നു, ക്രിസ്തുവിനെ ചീറ്റ് ചെയ്തു. ചില ക്രിസ്തുവിൻ്റെ കൂടെ കൂടി എന്താണ്, നീ ജീവിക്കാൻ ഞാൻ അനുവദിക്കാം, ഞാൻ അപ്പോസ്തലനായി. എന്നിട്ട് എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിനെ ഇതാ വിറ്റ് ചില്ലറ മേടിച്ച് പോക്കറ്റ് ഇടുന്നു. എന്നിട്ട് അവർ ജീവിക്കുന്നു, ക്രിസ്തു മരിക്കുന്നു. നമ്മളവിടെയൊക്കെ നമ്മുടെ എത്തിക്സ്, ആധ്യാത്മികമായൊരു എത്തിക്സ് നമുക്കുണ്ടാകണം. നമ്മുടെ ദേവാലയങ്ങളിൽ എത്തിക്സ് ഉണ്ടാകണം, നമ്മുടെ ശുശ്രൂഷകളിൽ എത്തിക്സ് ഉണ്ടാകണം. എങ്കിലേ നമുക്ക് നിലനിൽക്കാൻ പറ്റും. എന്നോട് പല ആളുകളും പറയാറുണ്ട്, നമ്മുടെ ധ്യാനത്തിന് രജിസ്ട്രേഷൻ ഫീ അങ്ങോട്ട് പോയി. പക്ഷേ ഞാൻ കർത്താവിൻ്റെ മുമ്പിലിരുന്നപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിക്കും, ഇങ്ങനെ നല്ല അഭിപ്രായം വന്നത് കർത്താവേ എന്ന് ചോദിക്കും, എന്നെ നിനക്ക് വിൽക്കണം? അയാളേ വേണ്ട, ആ പരിപാടി വേണ്ട നമുക്ക്. പ്രിയമുള്ളവരെ, ഈ ലോകം ഇങ്ങനെ ഒരു പ്രത്യേക ഇത് തീർക്കുകയാണ്. നമ്മളെ ലോകത്തിൽ നിന്ന് പുറത്തിയാടണം. പുറത്തിയാടിയാൽ എന്ത് ഈസിയാണ് പ്രിയമുള്ളവരെ, നമുക്ക് ജീവിക്കാൻ എന്ത് ഈസിയാണ്. ഒന്നും വേണ്ട, നമുക്ക് ഒന്നും ആവശ്യമില്ല ജീവിക്കാൻ. ഞാൻ ലെബനോനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ലെബനോനിലും സിറിയയിലും ഒക്കെയുള്ള ആളുകളെ പരിചയപ്പെടാനിടയായിത്തീർന്നു. അവർ പറയുമായിരുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ 2 കാര്യം ചിന്തിക്കാനുള്ളൂ. ഒന്നുകിൽ വൈകുന്നേരം തിരിച്ചു വരില്ല, മരിക്കും. വേറെ ഒന്നിനെക്കുറിച്ച്, IELTS കുറിച്ച് ചിന്തിക്കാനില്ല, പിള്ളേരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനില്ല, ഒന്നും ചിന്തിക്കാൻ. ഒന്നുകിൽ ഞങ്ങൾ രാവിലെ വൈകുന്നേരം തിരിച്ചു വരുമ്പം ആരെങ്കിലും വെടിവെച്ച് കൊല്ലും, അല്ലെ ബോംബ് സ്ഫോടനത്തിൽ മരിക്കും. ഇല്ലെങ്കിൽ പിറ്റേതും വൈകുന്നേരം വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങും. അപ്പോൾ പറഞ്ഞു, വൈകിട്ടത്തെ ഉറക്കമൊക്കെ ഭയങ്കര സുഖമാണ്, കാരണം ഇന്ന് മരിച്ചില്ലല്ലോ. ഇനി അഥവാ മരിച്ചാൽ തന്നെ ഈ ഉറക്കത്തിലല്ലേ മരിക്കുന്നത്, പേടിക്കാനൊന്നുമില്ല. എന്ത് സുഖം അവരുടെ ജീവിതം. അങ്ങനെയാണെങ്കിൽ അവരെ പോലെയുള്ളവരല്ലേ നമ്മൾ. എങ്കിൽ പ്രിയമുള്ളവർ, നമുക്ക് എന്ത് സുഖമാണ്. എന്തിനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടുന്നു? നിങ്ങൾ ഒരു 10 വർഷം 25 വർഷം മുമ്പ് ജീവിച്ചെന്ന് പറയും, ഇതിനേക്കാൾ
10 സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസമുള്ളൊരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. കഞ്ഞിയും പയറും കപ്പ പുഴുങ്ങിയതും ചേനയും കഴിച്ച് ജീവിച്ചിട്ട് നമുക്കെന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റിയില്ല. പിന്നെ എന്തിന് നമ്മൾ ഇന്ന് ആകുലപ്പെടണം? അവരുടെ സമ്പത്തിനെക്കുറിച്ച് ആകുലപ്പെടരുത്, നാളെയെക്കുറിച്ച് ആകുലപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത്. നിങ്ങളിങ്ങനെ ചിന്തിക്കണം, നിങ്ങളിങ്ങനെ ചിന്തിക്കണം, എന്നെയും വഴി കിടക്കുന്ന ഭിക്ഷക്കാരനെയും ദൈവം ഒരേ ആത്മാവ് കൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരേ ആത്മാവ്. അവൻ അവിടെ കിടന്ന് ജീവിക്കാൻ പറ്റുമെങ്കിൽ എനിക്കെന്തുകൊണ്ട് അങ്ങനെ ജീവിച്ചുകൂടാ? ഒരു കടത്തിണ്ണയിൽ എനിക്ക് കിടക്കണമെങ്കിൽ എന്നെ സുഖമായിട്ട് കിടക്കരുത്? അത്രയൊന്നും ദൈവം നമുക്ക് വരുത്തിയിട്ടില്ലല്ലോ. നമ്മൾ വളരെ സുരക്ഷിതനാണ്. അതുകൊണ്ട് വേണമെങ്കിൽ അവിടം വരെ പോകാനും ഞാൻ റെഡിയാണെന്നൊരു മനസ്സോടെ അങ്ങ് ജീവിക്കുക. എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും. അപ്പോൾ ഈ ഭൂമിയിലെല്ലാം ഉണ്ടായിരുന്നപ്പോൾ ദരിദ്രനെ പോലെ ജീവിച്ച അബ്രഹാമിനെ പോലെ നമ്മുടെ ഹൃദയത്തിൽ എല്ലാം ഉണ്ട്. ഒരു സാധാരണ ദരിദ്രനെ പോലെ നമ്മളിതിൻ്റെ മധ്യത്തിൽ നമുക്ക് ജീവിക്കാം. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ കിട്ടുന്നത് വെച്ച് ജീവിക്കുക. ഉണ്ടെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുക. ഇല്ലേ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എന്താണ്? ഇതാ എനിക്ക് വലിയ സമ്പന്നതയിൽ ജീവിക്കാനും അറിയാം, ദരിദ്രനാകാനും അറിയാം. എന്നെ ശക്തനാകുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പിയ 4:12-13 വചനം കണ്ടോ? എനിക്ക് സമൃദ്ധിയിൽ ജീവിക്കാനും അറിയാം, ദാരിദ്ര്യത്തിൽ ജീവിക്കാനും അറിയാം. എന്നെ ശക്തനാക്കുന്നതോടെ എല്ലാം സാധിക്കും എന്നെക്കൊണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ പുതിയ അർത്ഥം നമുക്ക് തേടാനായിട്ട് ശ്രമിക്കാം.